ഹലോ നമസ്കാരം. സന്തോഷ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ SIT നടത്തുന്ന അന്വേഷണത്തിൽ ശബരിമല ശില്പങ്ങളിലെ തിളക്കം വർദ്ധിപ്പിക്കുന്നതായി സ്വർണം ഉരുക്കി ചെമ്പുപാളികളിൽ പൂശുന്നതിൽ സ്വർണ്ണത്തട്ടിപ്പ് കണ്ടെത്തിയ SIT ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ CEO ആയ പങ്കജ് ഭണ്ഡാരിയെ അറസ്റ്റ് ചെയ്തു. കർണാടക ബെല്ലാരിയിലെ സ്വർണ്ണക്കടയുടമയായ ഗോവർദ്ധനും അറസ്റ്റിൽ. 2019 ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ലഭിച്ച 1/2 കിലോ സ്വർണം സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി ബെല്ലാരിയിലെ സ്വർണ്ണക്കടയുടമയായ ഗോവർദ്ധന് നൽകുകയും 2019 ഗോവർദ്ധൻ സ്വർണം കൈപ്പറ്റുകയും 2021 സ്വർണ്ണ ബിസിനസ്സുകാരനായ ബെല്ലാരിയിലെ ഗോവർദ്ധൻ 10 പവൻ സ്വർണവും പണവും ശബരിമലയിലേക്ക് നൽകുകയും 15 ലക്ഷത്തോളം രൂപയുടെ ആസ്തി. ജാമ്യ ഹർജി ഹൈക്കോടതിയിൽ നൽകിയ ഗോവർദ്ധൻ താൻ നൽകിയ സ്വർണത്തിനും പണത്തിനും രേഖകളില്ലെന്നും ഹർജിയിൽ. ശബരിമലയിലെ മുൻ പ്രസിഡന്റുമാരായിരുന്ന ജില്ലാ കമ്മിറ്റി അംഗം ഇടതുപക്ഷത്തിൻ്റെ M പത്മകുമാർ, മുൻ മന്ത്രിയുടെ സ്റ്റാഫ് അംഗമായ N വാസുവും ജയിലിൽ, സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും. അന്വേഷണം ഏറ്റെടുക്കാൻ EDയും. തെരഞ്ഞെടുപ്പ് നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിൻ്റെ കുത്തകയായിരുന്ന പഞ്ചായത്തുകൾ UDF പിടിച്ചെടുക്കുകയും ചരിത്രത്തിലാദ്യമായി ഒരു ജില്ല BJPക്ക് ലഭിക്കുകയും തിരുവനന്തപുരം. 2025 വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ UDFൻ്റെ 2025 മിഷൻ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2026 മിഷൻ തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയുമായ ഇടതുപക്ഷത്തു നിന്നും വിട്ടുവന്ന PV അൻവറിൻ്റെ പാർട്ടിയും CK ജാനുവിൻ്റെ പാർട്ടിയും UDFൽ. കേരളത്തിൽ 25 ലക്ഷത്തോളം പേർ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താവുമെന്നും എന്യൂമറേഷൻ ഫോം നൽകാനുള്ള സമയം നീട്ടി നൽകണമെന്നും കേരളം. എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത്